Dear students, in this video we will be discussing the modes of propagation and what are the different kinds of optical fibers based on their construction. നമുക്കറിയാം ആക്സെപ്റ്റൻസ് ആംഗിളിനെക്കാട്ടിലും ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ആക്സെപ്റ്റൻസ് ആംഗിളിനെക്കാട്ടിലും കുറഞ്ഞ ആംഗിളിൽ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് വന്നു വീഴുന്ന ലൈറ്റ്സ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു by undergoing a series of total internal reflection. പക്ഷേ ഇത് തിയററ്റിക്കലി അങ്ങനെ എക്സാക്റ്റായിട്ട് ഉള്ളൊരു കാര്യമല്ല. അക്കോർഡിംഗ് ടു മാക്സ്വെൽസ് ഇക്വേഷൻ, ഔട്ട് ഓഫ് ദ ലൈറ്റ് എൻറ്ററിങ് ഇൻ ടു ദ ഒപ്റ്റിക്കൽ ഫൈബർ വിത്തിൻ ദ ആക്സെപ്റ്റൻസ് ആംഗിളിനെ അകത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്ന് വീഴുന്ന ലൈറ്റിൽ ചില ലൈറ്റ് മോഡ്സ് മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യുള്ളൂ. ലൈറ്റ് മോഡ്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് എ നമ്പർ, മോഡ് നമ്പർ. ഓക്കെ, ഓൺലി സം ലൈറ്റ് വേവ്സ് ഇൻ ടേംസ് ഓഫ് സെർട്ടൈൻ നമ്പർ ഓഫ് മോഡ്സ് വിൽ സസ്റ്റെയിൻ ദ പ്രൊപ്പഗേഷൻ. അങ്ങനെയുള്ള ലൈറ്റ്സ് മാത്രമേ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ സസ്റ്റെയിൻ ചെയ്യുന്നുള്ളൂ, പ്രൊപ്പഗേറ്റ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈബർ മോഡ്സ്. അങ്ങനെ ഫൈബർ മോഡ്സ് എന്ന് പറയും. ഫൈബർ മോഡ്സ് പലതരത്തിലുണ്ട്. ദേ ആർ ഗൈഡഡ് മോഡ് ഉണ്ട്, ലീക്കി മോഡുണ്ട്, അതുപോലെ റേഡിയേഷൻ മോഡുണ്ട്. പലതരത്തിലുള്ള ഫൈബർ മോഡ്സ് ഉണ്ട്. ഈ മോഡ്സ് മാത്രമാണ് ഫൈബറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഈവൻ ദോ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ലെസ് ദാൻ ദ ആക്സെപ്റ്റൻസ് ആംഗിൾ. ഓക്കെ, now the number of modes supported for a propagation in a fiber is determined by a parameter called V number. അല്ല, ഒരു ഫൈബറിൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് മോഡ്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് വി നമ്പർ എന്നുള്ളൊരു പാരാമീറ്റർ അനുസരിച്ചാണ്. വി നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് പൈ ഡി ടൈംസ് സ്ക്വയർ റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാംഡ, where d is the diameter of the core, lambda is the operating wavelength, n1 and 2 are the refractive index of the core and the cladding respectively. Okay, now we can write, നമുക്കറിയാം ഇത് ഈ ഒരു ഫാക്ടർ സ്ക്വയർ റൂട്ടിനകത്തുള്ള ഫാക്ടർ ന്യൂമറിക്കൽ അപ്പേർച്ചറാണ്. സോ യു ക്യാൻ റൈറ്റ് വി നമ്പർ ആസ് പൈ ഡി ബൈ ലാംഡ ഇൻ ടു ന്യൂമറിക്കൽ അപ്പേർച്ചർ, ഓർ in terms of the fractional index you can write down pi v equal to pi d by lambda n1 times square root of 2 delta. Okay, the total number of modes n is given by number of modes ഈ വി നമ്പറിന് അനുസരിച്ചായിരിക്കുക. ദാറ്റ് ഈസ് ഗിവൺ ബൈ എൻ ഇക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് മോഡ്സ് ഈസ് ഇക്വൽ ടു വി സ്ക്വയർ ബൈ 2 ആണ്. ഓക്കെ, ഇതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പം 1/2 ഇൻറ്റു ന്യൂമറിക്കൽ അപ്പേർച്ചർ ഇൻറ്റു പൈ ഡി ബൈ ലാംഡ ഹോൾ സ്ക്വയർ വരും. അത്രയും മോഡ്സ് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നൗ വൈ ഗ്ലാസ് ഫൈബർ? എന്തുകൊണ്ടാണ് നമ്മൾ ഗ്ലാസ് ഫൈബർ തന്നെ എടുക്കുന്നത്? ഗ്ലാസ് തന്നെ എടുക്കാനുള്ള പല റീസൺസ് ഉണ്ട്. ഗ്ലാസ് ഡസ് നോട്ട് സോളിഡിഫൈ അറ്റ് ഡിസ്ക്രീറ്റ് freezing temperature കുറയുന്നതിനനുസരിച്ച് it becomes stiffer and eventually become hard. Okay, in the transition region it can be easily drawn into a thin fiber. Okay, thin fiber ആക്കി മാറ്റാൻ കഴിയും. പിന്നെ ഹൈലി പ്യുവർ സിലിക്ക ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സ്ട്രീംലി ലോ ലോസ്. ഒരു 1 കിലോമീറ്റർ ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് 4% ലൈറ്റൊക്കെയാണ് ആകെ നഷ്ടപ്പെടുന്നുള്ളൂ. ഓക്കെ, ദ ഇൻട്രിൻസിക് സ്ട്രെങ്ത് ഓഫ് ഗ്ലാസ് ഈസ് വെരി ഹൈസ്റ്റ്. ഇതിൻ്റെ ഗ്ലാസിൻ്റെ സ്ട്രെങ്ത്ത് വളരെ കൂടുതലാണ്. പിന്നെ കെമിക്കലി ഇനേർട്ടാണ്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഗ്ലാസ് ഫൈബർ തന്നെ യൂസ് ചെയ്യാനുള്ള കാര്യം. ഇനി വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ അക്കോർഡിംഗ് ടു ദെയർ construction? The types of optical fibers are mainly depending on the refractive index of the cladding and the core. Okay, generally cladding in the refractive index എപ്പോഴും കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കും, is kept constant, and the refractive index of the core is varied in a particular fashion. Okay, കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലാണ് നമ്മൾ വേരിയേഷൻസ് വരുത്താറ്. ക്ലാഡിങ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വെക്കാറ്. അപ്പം അതിനനുസരിച്ച് 3 തരത്തിലുള്ള ഫൈബേഴ്സ് ഉണ്ട്. ഒന്ന് സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡ് ഫൈബർ, സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡ് ഫൈബർ ഉണ്ട്, അതുപോലെ ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടി മോഡ് ഫൈബർ ഉണ്ട്. ഓക്കെ, സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു ഫൈബറാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുള്ളത് സെൻട്രലൊരു കോറുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയൊരു കോറ്, അതിന് പുറത്ത് ക്ലാഡിങ് ഉണ്ട്. ക്ലാഡിങ്ങിൻ്റെ ഡയമീറ്റർ കുറച്ച് കൂടുതലായിരിക്കും, ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോറിനെക്കാട്ടിലും കുറവായിരിക്കും. ഓക്കെ,
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഈ ഒരു ഷേപ്പ് വരിക. അപ്പം താഴെ കാണിച്ചിരിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്, ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. ഹൈറ്റിനനുസരിച്ചാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കേട്ടോ. അതുപോലെ ഈ വിഡ്ത്ത് ഡയമീറ്ററിനനുസരിച്ചാണ്. ഓക്കെ, ഇപ്പോൾ ക്ലാഡിങ്ങിൻ്റെ ഡയമീറ്റർ കൂടുതലാണ്, കോറിൻ്റെ ഡയമീറ്റർ കുറവാണ്, പക്ഷേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ് കോറിന്. ഓക്കെ, നൗ അതിൻ്റെ പ്രൊപ്പഗേഷൻ ന്യൂമറിക്കൽ ആക്സെപ്റ്റൻസ് കോൺ വെച്ചിട്ട് വരച്ചിട്ടുണ്ട് ഇവിടെ. പ്രൊപ്പഗേഷൻ ലൈറ്റ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇവിടെ സിംഗിൾ മോഡ് ഫൈബറാണിത്, ഒറ്റ മോഡാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ബിക്കോസ് ഓഫ് ദി നാരോ കോർ ഇറ്റ് ക്യാൻ ഗൈഡ് ജസ്റ്റ് എ സിംഗിൾ മോഡ് ഫൈബർ. അത് കോറിൻ്റെ ഡയമീറ്റർ കുറവായതുകൊണ്ട് ഒരൊറ്റ മോഡിന് മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, നൗ വി ഹാവ് എ സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡ് ഫൈബർ. അപ്പം ഇവിടെ കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, കോറിൻ്റെ ഡയമീറ്റർ വളരെ കൂടുതലായിരിക്കും ടു സപ്പോർട്ട് മൾട്ടി മോഡ് പ്രൊപ്പഗേഷൻ. അപ്പോൾ മോർ ദാൻ വൺ മോഡ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോറിൻ്റെ ഡയമീറ്റർ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊപ്പഗേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോറിൻ്റെ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, കോറിൻ്റെ ഡയമീറ്റർ കൂടുതലാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും, ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. ഓക്കെ, നൗ വി ഹാവ് എ മൾട്ടി മോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഇപ്പോൾ മൾട്ടി മോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ, ഗ്രേഡഡ് എന്ന് പറയാൻ കാര്യം കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വേരിയേഷൻ ആയിരിക്കും. ഇപ്പോൾ ക്ലാഡിങ്ങിനെക്കാട്ടിലും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടായിരിക്കും, അത് ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻ്റ് ആണ്. പക്ഷേ ഇവിടെ ഒരു വേരിയേഷൻ ഉണ്ട്, സ്റ്റെപ്പ് പോലെയല്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നത്. ദർ ഇസ് എ കർവ് വെച്ചാൽ അല്ലേ. അപ്പം ആദ്യം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പതുക്കെ കുറയും, ക്ലാഡിങ്ങിനോട് അടുത്ത് വരുമ്പോൾ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇൻ്റർഫേസിൽ രണ്ടിനും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് വെലോസിറ്റിയിലുള്ള വേവ്സൊക്കെ ഒരേ സമയത്ത് റീച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ. ഇപ്പോൾ ഇത് ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടി മോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഡിഫറെൻറ്റ് മോഡ്സിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് റേസ് ലോങ് പാത്ത് സെലക്ട് ചെയ്യും, അതുപോലെ സ്ലോ ആയിട്ടുള്ള ലൈറ്റ് റേസ് ഷോർട്ട് പാത്ത് സെലക്ട് ചെയ്യും. അപ്പം അങ്ങനെ ഒരേ സമയം തന്നെ എമർജ് ചെയ്യുന്ന രീതിയിൽ എല്ലാ സിഗ്നൽസും ഒരേ സമയത്ത് അറ്റ് ദ സെയിം ടൈം എമർജ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഉണ്ടാവുക. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഇങ്ങനെയാണ് വരിക. ഇത്രയും കാര്യങ്ങളാണ്, ഇതാണ് മൂന്ന് തരത്തിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൂന്ന് തരത്തിലുള്ള ഫൈബേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ കൺസ്ട്രക്ഷൻ. സോ നൗ നെക്സ്റ്റ് class we will discuss the attenuation process occurring for the light when it is propagating through the fiber.